Hello everyone, good morning. So welcome to the 8th session of the chapter Periodic Table and Electronic Configuration. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോൾ 8ാമത്തെ ക്ലാസ്സാണ്. ചാപ്റ്റർ ഏകദേശം അവസാനിക്കാറായി. നമുക്ക് ഒരു സെക്കൻഡ് ലാസ്റ്റ് ടോപ്പിക്സാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഒരു സ്റ്റഡി നടത്തി. അതിനകത്ത് നമ്മൾ ഗ്രൂപ്പ് നമ്പറിനെ കുറിച്ച് പറഞ്ഞു, പീരിയഡ് നമ്പറിനെ കുറിച്ച് പറഞ്ഞു, ആ രണ്ട് ബ്ലോക്കിലെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും പറഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി രണ്ട് ബ്ലോക്കുകളെ കുറിച്ചിട്ടാണ്. ദാറ്റ് ഈസ് ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡി ബ്ലോക്കിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഡി ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, നമ്മൾ എസിലും പിയിലും പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് എൻ്റർ ചെയ്യുക? ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്ഷെൽ. അത് ഏത് ഡി സബ്ഷെല്ലാണ്? പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. എന്താണ് അൾട്ടിമേറ്റ് ആൻഡ് പെനൾട്ടിമേറ്റ്, ആൻറ്റി പെനൾട്ടിമേറ്റ്, ഇതൊക്കെ നമ്മളതിന് മുമ്പത്തെ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. എന്നാലും ഒന്നുകൂടി പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ സ്കാൻഡിയം എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ 21 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p6, 3s2, 3p6, 4s2 ആൻഡ് 3d1. ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. സോ ഇതിൽ മൊത്തം 4 ഷെൽസാണുള്ളത്. ഫസ്റ്റ് ഷെല്ലുണ്ട്, സെക്കൻഡ് ഷെല്ലുണ്ട്, തേർഡ് ഷെല്ലുണ്ട് ആൻഡ് ഫോർത്ത് ഷെല്ലുണ്ട്. ഇതിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഫോർത്ത് ഷെല്ലിലെ ഡി സബ്ഷെല്ലല്ല. അതായത് ഈ എൻ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത് ഫോർത്ത് ഷെല്ലാണ്. ആ ഫോർത്ത് ഷെല്ലിൻ്റെ സബ്ഷെൽസ് എന്ന് പറയുന്നത് 4s, 4p, 4d ആൻഡ് 4f ആണ്. എന്നാൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഏത് സബ്ഷെല്ലാണ്? തേർഡ് ഷെല്ലിൻ്റെ ഡി സബ്ഷെല്ലാണ്. അതായത് അൾട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഡി സബ്ഷെല്ലല്ല, അതിന് തൊട്ട് മുൻപത്തെ, അതിനെയാണ് നമ്മൾ വിളിക്കുക പെനൾട്ടിമേറ്റ് എന്ന് വിളിക്കുക. പെനൾട്ടിമേറ്റ് ആയിട്ടുള്ള ഷെല്ലിൻ്റെ ഡി സബ്ഷെല്ലാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത് ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാനുള്ളത്? അതിൻ്റെ പീരിയഡ് നമ്പറിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. എന്താണ് പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെയിം തന്നെ, ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. പീരിയഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. ദെൻ ഇനി പറയാനുള്ളത് ഗ്രൂപ്പ് നമ്പറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡി ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക? കോൺഫിഗറേഷൻ എഴുതുക. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. എന്താണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. ഷോർട്ട് ഫോമാക്കി എഴുതിയതാണ്. ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? തൊട്ട് മുൻപത്തെ പ്രിസീഡിങ് ഡി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസും കൂടി ഉണ്ടെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യണം. സോ പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ പ്രിസീഡിങ് ഡി സബ്ഷെൽ. ഓക്കെ, സ്കാൻഡിയം തന്നെ ഒന്ന് നോക്കാം. സ്കാൻഡിയം കോൺഫിഗറേഷൻ ആർഗൺ 4s2, 3d1. സോ ഔട്ടർ മോസ്റ്റ് എസ്സിൽ 2 എണ്ണം, പ്രിസീഡിങ് ഡി സബ്ഷെല്ലിൽ 1 എണ്ണം. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ എത്രയാണ് വന്നത്? 3 ആണ് വന്നത്. ഇതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡി ബ്ലോക്കിൻ്റെ ഒരു ബ്രീഫ് കാര്യങ്ങൾ പറയാം. ലാസ്റ്റ് ഇലക്ട്രോൺ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ എൻ്റർ ചെയ്യുന്നു. പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഷെൽ നമ്പറാണ്. ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ഇലക്ട്രോൺസിനെയും അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ആയിട്ടുള്ള ഡി സബ്ഷെൽ ഇലക്ട്രോൺസിനെയും കൂടി ആഡ് ചെയ്താൽ മതി ഗ്രൂപ്പ് നമ്പർ കിട്ടാൻ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഡി എലമെൻസിൻ്റെ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, ഇപ്പോൾ പ്രോപ്പർട്ടീസിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഓൾ ആർ മെറ്റൽസ് ആണ്. ഓൾ ആർ മെറ്റൽസ്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടാവില്ല. ഓക്കെ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എല്ലാം മെറ്റൽസ് ആണ്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ വേറൊരു പേരും കൂടി വിളിക്കും, ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്നാൽ ഡി ബ്ലോക്കിലുള്ള 3 എലമെൻറ്റ്സ് ആരൊക്കെയാണെന്നൊന്ന് ഓർത്ത് വെച്ചോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല.
ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്നാൽ ആ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൽ പെട്ട സിങ്ക്, കാഡ്മിയം, മെർക്കുറി ട്രാൻസിഷൻ എലമെൻ്റ് ആവാനുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ 3 പേര് സിങ്ക്, കാഡ്മിയം, മെർക്കുറിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്താണ് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? എന്നോട് പറഞ്ഞോണ്ടേ. അതായത് നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. എന്നാൽ ഡി ബ്ലോക്കിൽ പെട്ട സിങ്ക്, കാഡ്മിയം, മെർക്കുറി ട്രാൻസിഷൻ എലമെൻ്റ് ആവാനുള്ള അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽ ആവാനുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ 3 പേരെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ. പിന്നെ ഡി ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഗോൾഡ്, സിൽവർ, കോപ്പർ, ഗോൾഡ് അതുപോലെ തന്നെ സിൽവർ ദെൻ ആരാണ് പറഞ്ഞത്? കോപ്പർ. ഈ 3 പേരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെയാണ് നമ്മൾ കോയിനേജ് മെറ്റൽസ് എന്ന് വിളിക്കുക. ഇതാണ് കോയിനേജ് മെറ്റൽസ്. ഗോൾഡ്, സിൽവർ, കോപ്പറിനെ വിളിക്കുന്ന പേരാണ് കോയിനേജ് മെറ്റൽസ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരെ 3 പേരെ ഉപയോഗിച്ചാണ് നമ്മൾ കോയിൻസ് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് അവരെ എന്തെന്ന് വിളിക്കുന്നത്? കോയിനേജ് മെറ്റൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ട്രാൻസിഷൻ എലമെൻറ്റ്സും സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സും കോയിനേജ് മെറ്റൽസും അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി സെക്കൻഡ് പ്രോപ്പർട്ടിയിലേക്ക് വരാം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ത്? അവർ സിമിലാരിറ്റി കാണിക്കും. എവിടെ? ഗ്രൂപ്പിലും കാണിക്കും, അതുപോലെ തന്നെ പീരീഡിലും അവർ സിമിലാരിറ്റി കാണിക്കും. എന്തിൻ്റെ സിമിലാരിറ്റി? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. മനസ്സിലായിട്ടുണ്ടാവില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ഷോ സിമിലർ പ്രോപ്പർട്ടീസ്. They show similar properties in groups as well as in periods. In groups as well as in periods. ഇതാണ് അവരുടെ സെക്കൻഡ് പ്രോപ്പർട്ടി. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് പറയുന്നത് ഗ്രൂപ്പിലും പീരീഡിലും എന്ത് കാണിക്കും? സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ, ഇനി അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇത്രയും അവിടെ ഇരുന്നോട്ടെ. ഇവിടെ ശ്രദ്ധിക്കാം, നമ്മൾ എസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യാം. അതിനകത്ത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ആൾക്കാർ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇവരാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ഇവർ എന്താണ്? ഒരു ഗ്രൂപ്പിൽ ഇവർക്ക് എല്ലാവർക്കും സിമിലർ പ്രോപ്പർട്ടീസാണ്. അതായത് ഈ കാണുന്ന എലമെൻറ്റ്സിന് എല്ലാം തന്നെ എന്താണ്? സിമിലർ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിക്കോ. ഹൈഡ്രജൻ്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s1. ലിഥിയം ആറ്റോമിക് നമ്പർ 2 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s1. ഓക്കെ, സോഡിയം ആറ്റോമിക് നമ്പർ 11 ആണ്. 1s2, 2s2, 2p6, 3s1. ദെൻ പൊട്ടാസ്യം ആറ്റോമിക് നമ്പർ 19 ആണ്. 1s2, 2s2, 2p6, 3s2, 3p6, 4s1. നിങ്ങളിതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ കോൺഫിഗറേഷൻ നോക്കി. 1s1 ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഇവിടെ നോക്കി 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. 2-ൽ എത്ര ഇലക്ട്രോൺ? 2s-ൽ 1 ഇലക്ട്രോൺ, 2s1. ഇവിടെ നോക്കി 3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ആ 3s-ൽ 1 ഇലക്ട്രോൺ. then ഇവിടെ നോക്കിയപ്പോൾ 4th ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെൽ. അവിടെ 4s-ൽ 1 ഇലക്ട്രോൺ. അതായത് ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഔട്ടർ മോസ്റ്റ് എന്താണ് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ടാണ് അവരെന്ത് കാണിക്കുന്നത്? സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നത്. പറഞ്ഞു മനസ്സിലായി? അതായത് എസ് ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുക. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം. ഓക്കെ, അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും നമ്മൾ കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. അതുകൊണ്ട് അവരെന്ത് കാണിക്കും? ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ അവർ ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ, ഇത് എസ് ബ്ലോക്കിൻ്റെ കേസ്. നമ്മൾ ഇനി ഗ്രൂപ്പ് 2 നോക്കിയാലും നിങ്ങൾക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ആരെ നോക്കാം? പി ബ്ലോക്കിൻ്റെ കാര്യം കൂടി നോക്കാം. പി ബ്ലോക്ക്. പി ബ്ലോക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഏത് ഗ്രൂപ്പ് എടുക്കാം?
പി ബ്ലോക്ക്. ഓക്കെ, പി ബ്ലോക്കിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ബോറോൺ, അലുമിനിയം, ഗാലിയം, ബോറോൺ ഫാമിലിയാണ്. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, അങ്ങനെ എലമെൻറ്റ്സ് പോകുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ 3 വരെ നോക്കാം. ഇപ്പോൾ ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. കോൺഫിഗറേഷൻ എങ്ങനെ വരും? 1s2, 2s2, 2p1. ദെൻ അലുമിനിയം ആറ്റോമിക് നമ്പർ 13 ആണ്. നമുക്ക് നിയോൺ വരെ നോബിൾ ഗ്യാസ് കൊടുക്കാം, നിയോൺ. ദെൻ ആരാണ് വരിക? 3s2, 3p1. ദെൻ ഗാലിയം, ഗാലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത് 31 ആണ്. നമുക്ക് ആർഗൺ വരെ കൊടുക്കാം, ആർഗൺ. ദെൻ 4s2, 3d10 ആൻഡ് 4p1. ഇങ്ങനെയാണ് അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ നോക്കിയേ, ഔട്ടർ മോസ്റ്റ് ഷെല്ല് നോക്കുക. സെക്കൻഡ് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അവിടെ 2sൽ 2 എണ്ണവും 2pയിൽ 1 എണ്ണവും, മൊത്തം 3 ഇലക്ട്രോൺസ്. ഇവിടെ നോക്കൂ, ഇവിടെ തേർഡ് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരുന്നത്. 3sൽ 2 എണ്ണവും 3pയിൽ 1 എണ്ണവും, മൊത്തം 3 എണ്ണം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഫോർത്ത് ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അവിടെ 4sൽ 2 എണ്ണവും 4pയിൽ 1 എണ്ണവും, മൊത്തം 3 എണ്ണവും. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്താണ്? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതുകൊണ്ട് അവരെന്ത് കാണിക്കും? അലോങ് എ ഗ്രൂപ്പിൽ അവരെന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ, അതായത് എസ് ബ്ലോക്ക് എലമെൻസും പി ബ്ലോക്ക് എലമെൻസും ഒരേ ഗ്രൂപ്പിൽ അവരെന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻസ് ഒരേ ഗ്രൂപ്പിലും അതുപോലെ തന്നെ ഒരേ പീരീഡിലും എന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടി കാണിക്കും. അതാണ് വ്യത്യാസം. ഇനി നമുക്ക് ഡി ബ്ലോക്കിൻ്റെ കേസ് പറയാം. ഇപ്പോൾ ഡി ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഡി ബ്ലോക്കിൽ നമ്മൾ ഗ്രൂപ്പിൻ്റെ കേസ് നോക്കണല്ലേ, ഗ്രൂപ്പിലത് കാണിക്കുന്നുള്ള കാര്യം നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നമുക്ക് അവരുടെ പീരീഡ് നോക്കാം. നമ്മൾ എടുക്കുന്നത് പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ട് പീരീഡാണ്. സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാതെ നിൽക്കുമ്പോൾ സീനത്തിനെ കണ്ടു. ഇതൊരു പീരീഡാണ്. ഓക്കെ, അപ്പോൾ ആ പീരീഡിൽ സ്കാൻഡിയം കോൺഫിഗറേഷൻ വരുന്നത് എന്താണ്? 3d1 4s2, 3d1 4s2. അടുത്ത ആൾ ടൈറ്റാനിയം വരുന്നത് 3d2 4s2. ദെൻ വനേഡിയം വരുന്നത് 3d3 4s2. ക്രോമിയം 3d4 4s2 ആണ് വരേണ്ടത്. സ്പെഷ്യൽ കോൺഫിഗറേഷനാണ് 3d5 4s1. ദെൻ മാംഗനീസ് 3d5 4s2. ദെൻ അയൺ 3d6 4s2. കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്, ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, സോ കൊബാൾട്ട് 3d7 4s2. ദെൻ നിക്കൽ 3d8 4s2. കോപ്പർ വരേണ്ടത് 3d9 4s2 ആണ്. സ്പെഷ്യൽ കോൺഫിഗറേഷൻ 3d10 4s1. ആൻഡ് സിങ്ക് എന്ത് വരും? 3d10 4s2. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. ആ 4sൽ എല്ലായിടത്തും എക്സെപ്ഷൻ കോൺഫിഗറേഷൻ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്തുണ്ട്? 2 ഇലക്ട്രോൺസ് ഉണ്ട് 4sൽ. അപ്പോൾ ഇവിടെയും എന്ത് പറയാം? സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ അല്ലേ? ഇത് ഗ്രൂപ്പല്ല, പീരീഡാണ്. എന്നിട്ട് പോലും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. എവിടെ? ഗ്രൂപ്പിലും കാണിക്കും, അതുപോലെ തന്നെ പീരീഡിലും കാണിക്കും. അതാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ദേ ഷോ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ പീരീഡ്സ്. അതായത് എസ് ബ്ലോക്ക് എലമെൻസും പി ബ്ലോക്ക് എലമെൻസും ഗ്രൂപ്പിൽ മാത്രമേ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുള്ളൂ. കാരണം എന്താ? അവരുടെ ഗ്രൂപ്പിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. എന്നാൽ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ പീരീഡ് വൈസ് നോക്കുമ്പോഴും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് അവർ ഗ്രൂപ്പ്സിലും അതുപോലെ തന്നെ പീരീഡ്സിലും ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് വരാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവർ വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ദേ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്കെ, ദേ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ എസ് ബ്ലോക്ക് പറഞ്ഞ ഒരു ഫിക്സഡ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. ഫസ്റ്റ് ഗ്രൂപ്പുകാർ +1ഉം അതുപോലെ തന്നെ സെക്കൻഡ് ഗ്രൂപ്പുകാർ +2ഉം. ദെൻ പി ബ്ലോക്ക് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവർ എന്താണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് കാണിക്കുക.
ഡി ബ്ലോക്കിൽ പറഞ്ഞത് ഒരേ എലമെൻറ്റ് തന്നെ പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് പരിചയമുള്ള 2 കോമ്പൗണ്ട്സ് ആണ് FeCl3യും അതുപോലെ തന്നെ FeCl2ഉം. ഈ കോമ്പൗണ്ടിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് Fe3+ ആണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലായേ? ഒന്നുമില്ല, ഈ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടാനായിട്ട് അതിൻ്റെ കൂടെയുള്ള എലമെൻസിൻ്റെ എണ്ണം നോക്കിയാൽ മതി. 3 ക്ലോറിൻ, അപ്പോൾ അയൺ ഇവിടെ +3യിൽ. ഇനി FeCl2 നോക്കൂ, ഈ കോമ്പൗണ്ടിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്ങനെ കിട്ടുക? കൂടെ 2 ക്ലോറിനാണുള്ളത്, അപ്പോൾ 2+, Fe2+. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കണ്ട കാര്യം? എന്താ? അയൺ എന്ന് പറയുന്ന സെയിം എലമെൻറ്റ് തന്നെ 2 കോമ്പൗണ്ടിൽ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വന്നു. ഇവിടെ +3യിൽ വന്നു, ഇവിടെ +2യിൽ വന്നു. അത് ആരുടെ മാത്രം പ്രോപ്പർട്ടിയാണ്? ഡി ബ്ലോക്ക് എലമെൻറ്റിൻ്റെ മാത്രം പ്രോപ്പർട്ടിയാണ്. അവർ വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കും. അതിൻ്റെ കാരണം കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ റീസൺ ഇപ്പോൾ നമ്മൾ സിമിലർ പ്രോപ്പർട്ടീസ് പറഞ്ഞു, അതിൻ്റെ വളരെ നല്ലൊരു എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, അത് പഠിക്കുക, അത് നമുക്ക് ചോദിക്കാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കാര്യം നമുക്ക് എന്തുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ, അത് പഠിക്കുക. അത് നമുക്ക് എന്തായിട്ട് ആവശ്യം വരും? ക്വസ്റ്റ്യൻ ചോദിക്കും. 2 എക്സാമ്പിൾ തന്നിട്ട് അതിൻ്റെ റീസൺ ചോദിക്കും, ഇതുപോലെ സിമിലർ പ്രോപ്പർട്ടിയുടെ അതുപോലെ തന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അത് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഈ S ബ്ലോക്ക് എലമെൻസും അതുപോലെ തന്നെ P ബ്ലോക്ക് എലമെൻസും, S ബ്ലോക്ക് എലമെൻസും P ബ്ലോക്ക് എലമെൻസിൻ്റെയും എന്താണ്, അവർ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുക. S ബ്ലോക്കിൻ്റെയും P ബ്ലോക്കിൻ്റെയും കേസിൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുക. എന്നാൽ ഡി ബ്ലോക്ക് വരുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ അതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസും പങ്കെടുക്കും. ഡി ബ്ലോക്ക് വരുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസും അതുപോലെ തന്നെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും പങ്കെടുക്കും. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ആ ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് വേണം. എന്നാൽ മാത്രമേ ഡി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ ഡി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുക? ഞാൻ പറഞ്ഞു, ആർഗണിൻ്റെ കേസ് തന്നെ പറഞ്ഞു, ആർഗൺ അല്ല, സ്കാൻഡിയം 4s2 3d1. അപ്പോൾ നോർമൽ കണ്ടീഷൻ അനുസരിച്ച് ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള ഈ 4sലെ ഇലക്ട്രോൺസ് മാത്രമേ, അല്ലെങ്കിൽ ഈ 4th ഷെല്ലിലെ ഇലക്ട്രോൺസ് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ നോക്കൂ, ഡി സബ്ഷെല്ലുള്ള 3Dയിലുള്ള ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷൻസിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ പങ്കെടുക്കും. എന്താണ് അങ്ങനെ പങ്കെടുക്കാനുള്ള കാരണം? ഈ 4sഉം അതുപോലെ തന്നെ ഈ 3Dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്താണ്? ലെസ് എനർജി ഡിഫറൻസ്. ഈ 4sഉം ഈ 3Dയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യത്തിൽ എന്താണ്, 4sലെ മാത്രമല്ല 3Dയിലെ ഇലക്ട്രോൺസും കൂടി കെമിക്കൽ ബോണ്ടിങ്ങിൽ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് വ്യത്യസ്തമായിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടാണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം? അതായത് S ബ്ലോക്ക് എലമെൻറ്റ്സും P ബ്ലോക്ക് എലമെൻറ്റ്സും കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുള്ളൂ. എന്നാൽ ഡി ബ്ലോക്കിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലും അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് മുൻപത്തെ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടീഷൻസ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 4sൽ മാത്രമല്ല 3Dയിലെ ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് അവർ വ്യത്യസ്ത രീതിയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ്. ലാസ്റ്റത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവരെന്ത് ഫോം ചെയ്യുന്ന പറയുന്നത്? അവർ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും എന്നാണ് പറയുന്നത്. എന്താണ്? ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷനേക്കാൾ ഉപരി നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കോമ്പൗണ്ടാണ് ബ്ലൂ വിട്രിയോൾ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളറാണ്, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും. അതിൻ്റെ റീസൺ എന്താണ്? അതിനകത്തുള്ള കോപ്പർ അയോൺ Cu2+ അയോൺ ഉണ്ട് അതിനകത്ത്. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസിഷൻ മെറ്റലാണ്.
ഒരു ട്രാൻസിഷൻ മെറ്റലാണ്. ഈ ട്രാൻസിഷൻ മെറ്റൽ അയേൺസ് ഉള്ളത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്, കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളർ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കുറച്ചധികം എക്സാമ്പിൾസ് പറയാം. കൊബാൾട്ട് നൈട്രേറ്റ് അതെന്ത് കളറാണ്? അത് പിങ്ക് കളറാണ്. ദെൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് KMnO4 അത് വയലറ്റ് കളറാണ്. ദെൻ പിന്നെ ആരാളുള്ളത്? അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ്. ഓക്കെ, ഇതൊക്കെ ഈ കോമ്പൗണ്ട്സിനൊക്കെ ഈ കളർ കിട്ടാനുള്ള കാരണം എന്താ? അതിനകത്ത് എന്തുണ്ട്? ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ഉണ്ട്. ട്രാൻസിഷൻ മെറ്റലിൻ്റെ എന്തുണ്ട്? അയോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കോമ്പൗണ്ടുകൾക്കൊക്കെ എന്ത് വന്നത്? കളർ വന്നത്. ഓക്കെ, അപ്പോൾ ഈ കളേർഡ് സോൾട്ടൊക്കെ എന്തിൻ്റെ കോമ്പൗണ്ടുകളാണ്? ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കോമ്പൗണ്ട്സ് ആണ്. അതിൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള അയോൺസ് ഉള്ളത് കൊണ്ടാണ് ഈ കോമ്പൗണ്ട്സിന് ഈ കളർ വന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇവിടെ ഏകദേശം അവസാനിച്ചു. ഒന്നുകൂടി നമുക്കൊന്ന് ബ്രീഫായിട്ട് എല്ലാ പ്രോപ്പർട്ടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പറഞ്ഞ പ്രോപ്പർട്ടി എന്താ? ഓൾ ആർ മെറ്റൽസ്, എല്ലാവരും മെറ്റൽസ് ആണ്. രണ്ടാമത് പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഗ്രൂപ്പ്സിലും അതുപോലെ തന്നെ പീരീഡ്സിലും എന്ത് കാണിക്കും? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കും. അതിൻ്റെ റീസൺ പറഞ്ഞു. എന്താണ്? അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെൽ കോൺഫിഗറേഷൻ, അല്ല അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഗ്രൂപ്പിലും അതുപോലെ തന്നെ പീരീഡിലും സെയിം ആണ്. അതുകൊണ്ടാണ് അവർ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുക. മൂന്നാമത് പറഞ്ഞത് എന്താണ്? അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അതിൻ്റെ കാരണം എന്താ? S ബ്ലോക്കും P ബ്ലോക്കും കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമേ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയുള്ളൂ. എന്നാൽ ഡി ബ്ലോക്കിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് S സബ്ഷെല്ലും അതുപോലെ തന്നെ തൊട്ട് മുൻപത്തെ പെനൾട്ടിമേറ്റ് D സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ചില സ്യൂട്ടബിൾ കണ്ടീഷൻസ് വരുമ്പോൾ ഡി സബ്ഷെല്ലുള്ള ഇലക്ട്രോൺസും കൂടി കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. നാലാമത് പറഞ്ഞത് അവരെന്ത് ഫോം ചെയ്യും? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡി ബ്ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പെൻഡിങ് ഉള്ളത് F ബ്ലോക്കാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്.